2026 നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് രണ്ട് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുകൾ NTA അനൗൺസ് ചെയ്തിരിക്കുന്നു. നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ കീഴിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ് അംഗീകരിച്ചിട്ടുള്ള സിലബസ് NTAയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായി ചെക്ക് ചെയ്തുകൊണ്ട് സിലബസ് അനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഈ സിലബസ് ചെക്ക് ചെയ്യാൻ exams.nta.ac.in എന്ന വെബ്സൈറ്റിലൂടെ സിലബസ് ചെക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ നീറ്റ് എക്സാമിനേഷനുള്ള ലാസ്റ്റ് ടൈം റിവിഷൻ എല്ലാ വിദ്യാർത്ഥികളും പ്രോപ്പറായിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം രണ്ടാമത്തായിട്ട് ന്യൂസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. ആധാർ കാർഡിലുള്ള നെയിം, ഒരു സ്പെല്ലിംഗ് പോലും മിസ്റ്റേക്ക് ഇല്ലാതെയുള്ള നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോ, ഈ മൂന്ന് കാര്യങ്ങൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള എല്ലാ വിദ്യാർത്ഥികളും നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പായി അപ്ഡേറ്റ് ചെയ്യുവാനും NTA അറിയിച്ചിരിക്കുന്നു. ഇതിനോടൊപ്പം 2026 NTA നടത്തുന്ന നീറ്റ് എക്സാമിനേഷൻ ഏത് ദിവസമായിരിക്കും നടക്കുക? കഴിഞ്ഞ വർഷങ്ങളിലെ ചാൻസ് വെച്ച് നോക്കിയാൽ മെയ്യിലെ ഫസ്റ്റ് സൺഡേ ആയിരിക്കും എക്സാമിനേഷൻ വരിക. അങ്ങനെയാണെങ്കിൽ 2026 നീറ്റ് എക്സാമിനേഷൻ മെയ് 3 നടക്കുന്ന രീതിയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കി നീറ്റിൻ്റെ മെയ് 3 നടക്കുന്ന എക്സാമിനേഷൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിൽ ഇപ്പോഴേ വിദ്യാർത്ഥികൾ നന്നായി ഒരുങ്ങുക, റിവൈസ് ചെയ്യുക, മോഡൽ എക്സാമിനേഷൻ എഴുതി നമ്മളെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല റാങ്കുകൾ കരസ്ഥമാക്കാൻ പ്രിപ്പറേഷൻ ഫൈനൽ പൊസിഷനിലേക്ക് എത്തിക്കുക. ഓൾ ദ ബെസ്റ്റ്.